നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജീവിതാന്ത്യ പരിചരണം, പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, കെയർ ഹോം തുടങ്ങിയ സേവനങ്ങൾ ഉൾപ്പെടെ കിടത്തി ചികിത്സ നൽകുന്നതിലേക്കായി ഒരുങ്ങുന്ന പുതിയ ആൽഫ ഹോസ്പീസിന്റെ നിർമ്മാണത്തിലെ ഓരോ ഇഷ്ടികയും സ്പോൺസർ ചെയ്യുന്നതിന് സഹായകമായി ഉണ്ടാക്കിയ ആൽഫ ഹോസ്പീസ് വാൾ ഓഫ് ഹോപ്പ് വെബ്സൈറ്റ് പ്രശസ്ത മലയാളം സിനിമാ സംവിധായകനും ആൽഫയുടെ ചീഫ് പാട്രനുമായ സത്യൻ അന്തിക്കാട് 20-ന് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6:30-ന് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ തൃശൂർ ഹയാത്ത് റീജൻസിൽ നടക്കുന്ന ചടങ്ങിൽ ചെയർമാൻ KM നൂറുദ്ദീൻ അധ്യക്ഷത വഹിക്കും. മണപ്പുറം ഗ്രൂപ്പ് ചെയർമാനും ചീഫ് പാട്രനുമായ VP നന്ദകുമാർ, ആൽഫ ട്രസ്റ്റിമാർ, ആൽഫ ഓവർസീസ് കൗൺസിൽ അംഗങ്ങൾ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ആൽഫ അന്തിക്കാട് സെന്റർ വർഷം തോറും നടത്തിവരുന്ന ക്രിസ്മസ് കിറ്റ് വിതരണം ഈ വർഷവും നടത്താൻ തീരുമാനിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഡിസംബർ 19-ന് രാവിലെ 10 മണിക്ക് സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ നിർവഹിക്കും. തുടർന്ന് വോളണ്ടിയർമാരുടെയും സ്റ്റാഫിന്റെയും നേതൃത്വത്തിൽ കിടപ്പിലായവരുടെ വീടുകളിൽ എത്തിച്ചു നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ആരിഷ് ക്ലബ് ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സുജ ഉദ്ഘാടനം നിർവഹിച്ചു. SAPC ജില്ലാ കോർഡിനേറ്റർ എൽദോസ് K തങ്കച്ചൻ ക്ലാസ് നയിച്ചു. വിവിധ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും പാലിയേറ്റീവ് കെയർ യുവജനങ്ങളുടെ ഇടയിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്നതിനെ പറ്റിയുള്ള സെഷനുകളാണ് ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥി പ്രതിനിധി ജോസ് നന്ദി പറഞ്ഞു. ആൽഫ ഇരിങ്ങാലക്കുട സെന്ററിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നടത്തും. സെന്ററിന്റെ കഴിഞ്ഞുപോയ മാസത്തിലെ പ്രവർത്തന റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.